മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ ഊട്ടുപുര തകർന്നു. വണ്ടൂരിൽ നടക്കുന്ന കലോത്സവം നടക്കുന്ന ഇടത്തെ ഊട്ടുപുരയാണ് കാറ്റിലും മഴയിലും തകർന്നത്. കമ്മിറ്റി ഭാരവാഹികളും കുട്ടികളും പന്തലിലുള്ളപ്പോഴായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. പന്തലിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്ന് വീഴുകയും ഞങ്ങൾ ഏകദേശം 200ഓളം ആളുകൾ, ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്കുക. ഇവിടുന്ന് മഴയായപ്പോൾ കയറിയിരുന്ന കുട്ടികളടക്കം വലിയൊരു ജനം അതിനുള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ 4 ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലെ സാധനങ്ങൾ മുഴുവനും ഈ പന്തലുണ്ടായിരുന്നു. അത് ഭാഗ്യം കൊണ്ട് ടാർപ്പായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും ശരി, ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ നാളെ ഈ രീതിയിൽ ഞങ്ങൾക്ക് ഇതിൽ വെച്ച് നടത്താൻ ഇതെല്ലാം DD തീരുമാനം അറിയിക്കുന്നതാണ് പറഞ്ഞത്. ആ DDയുടെ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും. ജംഷീർ കോടതി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴാണ് ഈ അപകടം നടന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്? സംഘാടകർ എന്താണ് പറയുന്നത്? ജീന, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഈ മഴയത്തും കാറ്റിലുമാണ് ഇത്തരത്തിൽ ഈ ഊട്ടുപുര പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഴ വലിയ തരത്തിലായിരുന്നു. ഈ സമയത്ത് ഊട്ടുപുരയിൽ ഇതിന്റെ സംഘാടകർ നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു. ഈ സമയത്താണ്, മാത്രമല്ല അല്പസമയത്തിന്, അതായത് മലപ്പുറം ജില്ലാ കലോത്സവം ഇന്ന് തുടങ്ങി വണ്ടൂരിലാണ് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം DD ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് പാലുകാച്ചിലിന് വേണ്ടി, അതായത് ഈ ഊട്ടുപുരയുടെ പാലുകാച്ചിന് വേണ്ടിയുള്ള ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. പാലുകാച്ചിൽ നടക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും പരിപാടികൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഊട്ടുപുര ആകെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി വരുന്ന 4 ദിവസം ജില്ലാ കലോത്സവം നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം നൽകാനുള്ള സ്ഥലമായിരുന്നു അത് ഇപ്പോൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് മറ്റൊരു സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സംഘാടകർ മുന്നോട്ട് വെക്കുന്നത്. ഇതിലേറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് അതിനകത്ത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ, നിരവധി വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ പരിക്കേറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ ഊട്ടുപുര ആകെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പകരം മറ്റൊരു സംവിധാനം നാളെ ഉടൻ തന്നെ തയ്യാറാക്കണം എന്നുള്ള ആവശ്യമാണ് സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ജംഷീർ.